ഹലോ എവ്രി വൺ, ഡച്ച് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ച് നേരം സമാധാനമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കമൻറ്റിലൂടെയും പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരാൾ ആദ്യമായിട്ട് നെതർലാൻഡ്സിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അക്കമഡേഷൻ കണ്ടുപിടിക്കുക? നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ജോലിയുടെയോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്, അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അക്കമഡേഷൻ എങ്ങനെയാണ് നമ്മൾ നെതർലാൻഡ്സിൽ കണ്ടുപിടിക്കുക എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 5 പ്രധാനമായിട്ടുള്ള ടിപ്സാണ്. നമ്മൾ നെതർലാൻഡ്സിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഒരു അക്കമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ നെതർലാൻഡ്സിലേക്ക് വരുന്നത് നമ്മളെ ഒരു ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് വിസ അതുപോലെ അക്കമഡേഷൻ എല്ലാം ചെയ്ത് തന്നിട്ടായിരിക്കും നമ്മൾ നെതർലാൻഡ്സിലേക്ക് എത്തുന്നത്. ഒരുവിധം എല്ലാ എംപ്ലോയേഴ്സും അവരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് 1 മാസം മുതൽ 6 മാസം വരെ കമ്പനി തന്നെ നമുക്ക് അക്കമഡേഷൻ ഏർപ്പെടുത്തും. അത് ഭയങ്കര നല്ലൊരു കാലയളവാണ് അല്ലേ? ആ കാലയളവിനുള്ളിൽ നമ്മൾ വീണ്ടും ഇവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മാസം കിട്ടും. നമുക്ക് പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലേക്ക് മൂവ് ചെയ്യണം, നമ്മൾ ഓഫീസിൻ്റെ അടുത്താണോ കുറച്ച് ദൂരെയാണോ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാനും എവിടേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കാനും നമുക്കൊരു 6 മന്ത്സ് കിട്ടും അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു സമയം ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ ആദ്യത്തെ ടിപ്പ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് ടിപ്പ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെതർലാൻഡ്സിൽ അല്ലെങ്കിൽ ഈവൻ ആംസ്റ്റർഡാം, നെതർലാൻഡ്സിൽ എവിടെ ആയാലും ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് ദ പീപ്പിൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വിത്ത് ദ പീപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു ഓഫീസ് എടുത്താലും ലാംഗ്വേജ് അധികം വേണ്ടാത്ത മേഖലയാണ് ഞാൻ പറയുന്നത്. അവിടെ നമുക്ക് വളരെ കുറച്ച് ഡച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസ് എടുക്കുകയാണെങ്കിൽ മേ ബി ഒരു 10% ഡച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആളുകളും നമ്മളെപ്പോലെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നതോ പഠിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ അവരുടെ അടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊരു ഡിസ്റ്റൻറ്റ് കസിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു പ്രോബ്ലമില്ല. എല്ലാവരുടെ അടുത്തും നമ്മൾ സംസാരിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ സിംഗിൾ ആയിട്ടാണ് വന്നത്, എനിക്കൊരു 1 റൂം അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഈ സ്ഥലത്ത് ആവശ്യമുണ്ട്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ദ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സെക്കൻഡ് ടിപ്പ്, ഇപ്പോൾ ഒരുപാട് മലയാളീസും ഇന്ത്യൻസും ഓൾറെഡി നമ്മുടെ നെതർലാൻഡ്സിലുണ്ട്. ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഉണ്ട്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻസ് ഇൻ ദ നെതർലാൻഡ്സ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഡോണ്ട് ഹെസിറ്റേറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് പറയാം, ഞാനിങ്ങനെ ന്യൂ ടു ദ നെതർലാൻഡ്സ്, ഇന്ന സമയത്താണ് ഞാൻ വന്നത്, എനിക്ക് ഇവിടെ ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷൻസും കൊളാബറേഷൻസും നമ്മളെപ്പോഴും കാണാറുണ്ട്. ആൾക്കാരെപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 2 ടിപ്പുകൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ 2 വെബ്സൈറ്റുകൾ, വേറെയും കുറേ വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ 2 വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇവിടെ ഹൗസ് റെൻറ്റിനാണെങ്കിലും അതുപോലെ വാങ്ങാനാണെങ്കിലും നമ്മളെ സഹായിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള 2 വെബ്സൈറ്റുകളുണ്ട്. അതിൽ ഫുണ്ട അല്ലെങ്കിൽ ഫണ്ട നമ്മൾ പറയുകയാണെങ്കിൽ funda.nl എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. രണ്ടാമത്തെ വെബ്സൈറ്റ് pararhouse.nl എന്ന് പറഞ്ഞിട്ട് വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. രണ്ടും രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ റേഞ്ചിനനുസരിച്ചുള്ള നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ചിട്ടുള്ള ഹൗസസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അതാണ് മൂന്നാമത്തെ ടിപ്പ്. പിന്നെ 4മത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇവിടെ എല്ലാ സ്ഥലത്തും ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിൽ മാത്രമല്ല
ഏത് സ്ഥലത്ത്, ഈവൻ ഐൻഡോവൻ, ആംസ്റ്റൽവിൻ, എല്ലാ സ്ഥലങ്ങളിലും അക്രോസ് നെതർലാൻഡ്സ് വി ഹാവ് രജിസ്റ്റേർഡ് ഏജൻറ്റ്സ്. അവർ ഇതിന് നമ്മൾ മക്കളാർ എന്നാണ് ഡച്ചിൽ പറയുക. മേ ബി ഈവൻ ആ വേർഡും ഞാൻ ഈ വീഡിയോയുടെ താഴെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം രജിസ്റ്റേർഡ് ഓർ ലൈസൻസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓഫീസ് ആംസ്റ്റർഡാമിലാണ്, നിങ്ങൾക്ക് അതിന് തൊട്ടൊരു 5 കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ അതിന് ചുറ്റടുത്തായിട്ട് നിങ്ങൾക്കൊരു വീട് വേണം. നിങ്ങൾക്ക് വെറുതെ രജിസ്റ്റേർഡ് മാക്ലാർസ് close by me or registered or licensed real estate agent across Amsterdam എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കാമിലും നിങ്ങൾ പോയി പെടില്ല. അവർ എല്ലാം ഹെൽപ്പ് ചെയ്യും. അവർ കാണിച്ചൊരു ഏത് വീടാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ ബഡ്ജറ്റും നമ്മളുടെ റിക്വയർമെൻറ്റും പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ കറക്റ്റായിട്ട് നമുക്ക് സ്ഥലം എവിടെയാണ് അപ്പോയിൻമെൻറ്റ് എടുത്ത് തരും. അവരെപ്പോഴും ഒരു ഇൻ്റർമീഡിയറ്റ് പേഴ്സണായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും അണ്ടിൽ നമുക്ക് റെൻ്റൽ അഗ്രിമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ വീട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അഗ്രിമെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മളെ സൈൻ ചെയ്ത് റെഡിയാക്കി നമ്മളെ കയ്യിൽ തരുന്നത് വരെ അവർ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു ടിപ്പ് ഉണ്ടായിരുന്നല്ലോ, 2 വെബ്സൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ നമുക്ക് പലപ്പോഴും ഇത് നല്ല വീടാണ്, ഇതായാൽ എന്താണ് അങ്ങനെയൊക്കെ, പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെയും ഞാൻ ഐ റെക്കമെൻഡ് ഗോ ത്രൂ ദ മാക്ലേഴ്സ്. ഐ ഓൾവേസ് റെക്കമെൻഡ് ടു ഗോ ത്രൂ ദ ലൈസൻസ്ഡ് ഓർ രജിസ്റ്റേർഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. അവർ കൂടെ പോവുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ട്രസ്റ്റ് വർത്തിയാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ, കുറച്ചും കൂടെ നമ്മളുടെ അഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞുതരും. ആദ്യമായിട്ട് നിങ്ങളിവിടെ വരുമ്പം ഡച്ചാണല്ലോ ലാംഗ്വേജ് അല്ലേ, അപ്പോൾ അത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രജിസ്റ്റേർഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് വളരെ സഹായകരമായിരിക്കും. അതാണ് 4ാമത്തെ ടിപ്പ്. ഇനി ഇത് ലാസ്റ്റ് വൺ, അവസാനത്തെ ടിപ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ചെറിയ റൂം, അതായത് വളരെ വില കുറഞ്ഞ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ, ആൽബർട്ടൈൻ അല്ലെങ്കിൽ വോമർ അതുപോലത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അതിൻ്റെ ചെറിയ പോസ്റ്റർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, എന്താണ് റൂം അവൈലബിൾ ഫോർ റെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഡച്ചിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ അങ്ങനെയും ചില പോസ്റ്റേഴ്സ് കാണാറുണ്ട്. അപ്പോൾ അതും സെർച്ച് ചെയ്യാം. അത് ഡച്ചിലായിരിക്കും. ഒരുപക്ഷെ ആദ്യം തന്നെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ അല്ലെങ്കിലും, പക്ഷേ അതാണ് അവസാനത്തെ ഒരു ടിപ്പ്. അപ്പോൾ ഈ 5 ടിപ്പുകളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത് എന്തായിരുന്നു? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 3ാമത്തേത് 2 വെബ്സൈറ്റ്, അതിന് ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നതാണ്. പിന്നെ 4ാമത്തേത് രജിസ്റ്റേർഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്. അവരെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് അവരായിട്ട് സംസാരിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് തന്നെ ഹൗസ് വ്യൂ ചെയ്യാനും വാങ്ങാനും ഒക്കെ പോവുക. ഇനി ഏറ്റവും അവസാനത്തെ ടിപ്പ്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാവും. ഇവിടെ റൂം അവൈലബിൾ ഫോർ റെൻറ്റ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ 5 കാര്യങ്ങളും നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.